നമസ്കാരം. മേടക്കൂറുകാരുടെ വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ നക്ഷത്രക്കാരോട് സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ശനി 12-ലും വ്യാഴം 3-ലും രാഹു 11-ലും കേതു 5-ലുമാണ്. ശനിയും വ്യാഴവും കേതുവും അനിഷ്ടസ്ഥാനത്താണ് വർഷാരംഭത്തിൽ ഉള്ളത്. 12-ൽ ശനി ഉള്ളതിനാൽ 7.5 ശനി ആദ്യഘട്ടം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവരിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷാരംഭം ഗുണദോഷ സമ്മിശ്ര കാലമാണ് എന്ന് തന്നെ പറയാം. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും സഹകരണമില്ലായ്മയും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വന്നു ചേരാം. തൊഴിൽ നഷ്ടം, മനസ്സുഖക്കുറവ്, സമ്പാദ്യക്കുറവ്, ചെലവ്, കടം കൊടുത്തത് കിട്ടുക, ഉറക്കക്കുറവ് എന്നിവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അലസതയും ആരോഗ്യക്കുറവും ജോലിയിൽ അസംതൃപ്തിയും ഉണ്ടായി എന്ന് വരാം. യാത്രാനഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ദീർഘയാത്രയിൽ പ്രതീക്ഷിച്ചത്ര ഗുണാനുഭവങ്ങൾ ലഭിച്ചു എന്നിവരില്ല. സംസാരം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. മുറിവ്, ചതവ് എന്നിവ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഉത്കണ്ഠ കൂടുന്ന ഒരു സമയമാണ്. പഠനത്തിൽ തടസ്സം ഉണ്ടാകുവാനും ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാതിരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സാധ്യതയുണ്ട്. രാഹു 11-ൽ വരുമാനം ഉണ്ടാവുമെങ്കിലും 7.5 ശനിയുടെ കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ചെലവ് വരുവാൻ സാധ്യതയുണ്ട്. ചിട്ടയായ സമ്പാദ്യശീലം ഉണ്ടാവേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് വർഷാരംഭത്തിൽ എങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലെത്തുന്നതോടെ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഭാഗ്യം തെളിഞ്ഞു വരുന്ന സമയമാണ്. 7.5 ശനിയുടെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്ന സമയം കൂടിയാണ്. ജൂൺ 2-ന് ശേഷം വ്യാഴം 4-ലേക്ക് വരുന്നതോടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാവുകയും പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നു. ജൂൺ 2 മുതൽ വ്യാഴം ഇവർക്ക് ഒരു രക്ഷകനായി വരുന്നതാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ശനിയിലേക്ക് പതിയുന്നതോടെ ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുന്നതോടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വന്നു ചേരുകയും അതുവഴി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുകയും വസ്തു വാങ്ങുവാനും വീട് വെക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ജോലിയിൽ നേട്ടമുണ്ടാവുന്നതാണ്. സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ധനവരവ് ഉണ്ടാവുകയും സമ്പാദ്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാവുന്നു. ആരോഗ്യ പുരോഗതി ഉണ്ടാവുന്നതാണ്. വസ്തു വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നത് ആണ്. സുഹൃത്ത് സഹായം ഉണ്ടാവുന്നതാണ്. ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാകുവാനാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുവാനും തീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. പല വിധത്തിലുള്ള സഹകരണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ വിജയം ഉണ്ടാവുന്നതും ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും ഒക്കെ സാധ്യതയുള്ളതാണ്. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2-ന് ശേഷം വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരുന്നതോടെ അതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു മാറ്റം വരികയും ജീവിതത്തിൽ കൂടുതൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നേട്ടമുണ്ടാവുന്നതും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതും ആണ്. വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുകയും വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. രാഹു 10-ലേക്ക് മാറുന്നതോടെ ജോലി നഷ്ടമുണ്ടാകുവാനും ജോലി സ്ഥാനഭ്രംശം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഉള്ള ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹു ഇഷ്ടസ്ഥാനത്ത് ആകുമ്പോൾ ലഭിച്ചിരുന്ന പണവും ധനവുമൊക്കെ രാഹുവിൻ്റെ മാറ്റം വഴി നഷ്ടപ്പെടുവാനും സാധ്യതയുള്ളതുകൊണ്ട് പണപരമായി വളരെ അധികം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്.
ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് ഈശ്വരാധീനം വർദ്ധിക്കുവാനും പ്രാർത്ഥന, വഴിപാട് എന്നിവ നടത്തേണ്ടതുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി, നീരാഞ്ജനം കത്തിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക, പായസ വഴിപാട്, ഹനുമാൻ ചാലീസ ജപിക്കുക, വൈഷ്ണവ പ്രീതി വരുത്തുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാട് കഴിക്കുക, ഗണപതി ഹോമം നടത്തുകയും ദുർഗാപ്രീതി വരുത്തുകയും ഒക്കെ ചെയ്ത് ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്.